കുറുവങ്ങാട് മർത്തമറിയം ഫൊറോന പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മതിരുനാളിനോടും 8 നോമ്പാചരണത്തോടുമനുബന്ധിച്ച് മേരിദാമദാരി സംഗമം നടന്നു. കൈക്കുഞ്ഞായ കുഞ്ഞു മേരി മുതൽ മുതുമുത്തശ്ശിയായ മറിയം വരെ മുത്തിമയ്ക്കരികിൽ അണിനിരുന്നപ്പോൾ എണ്ണം 2023. ദേശവും ഭാഷയും പ്രായവും മറന്ന് മേരിമാർ ഒത്തുചേരുമ്പോൾ ചരിത്രത്തിൽ പുതിയ അധ്യായമായി. എണ്ണത്തിനപ്പുറം ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും നേരനുഭവത്തിലേക്ക് മേരിനാമ സംഗമം ശ്രദ്ധ നേടുന്നത്. അമ്മയ്ക്കരികെ ഒത്തുചേരാനായി മേരിമാർ നാടിന് സമ്മാനിച്ചത് തലമുറകളുടെ സാന്നിധ്യമാണ്. മുത്തശ്ശിയുടെ പേരിലൂടെ മേരിയായവർ മുതൽ മുത്തിയമ്മയോടുള്ള അനുഗ്രഹ സ്മരണാർത്ഥം മേരി എന്ന് പേര് സ്വീകരിച്ചവർ വരെ ഒത്തുകൂടിയപ്പോൾ 4 തലമുറകളുടെ വരെ കണ്ണികളാണ് നീണ്ടത്. വിവാഹം ചെയ്ത് ദൂരസ്ഥലങ്ങളിലേക്ക് പോയ മേരിമാർ സംഗമത്തിലേക്ക് എത്തിയതോടെ പല വീടുകൾക്കും കുടുംബ സംഗമത്തിന്റെ ആഘോഷങ്ങളും നടത്താനായി. വിദേശങ്ങളിലുള്ള മേരിമാരടക്കം സംഗമത്തിൽ എത്താനായി അവധി ക്രമീകരിച്ചെത്തിയതും ശ്രദ്ധേയമായിരുന്നു. ഒരു ദിവസം ഒരേ സമയം ഒരേ പേരുകാരായ 2023 പേർ ഒരുമിച്ച് ചേർന്നുവെന്ന അപൂർവതയിൽ മേരിദാമദാരി സംഗമം സംസ്ഥാനത്തിനപ്പുറവും ചർച്ചയായി മാറിയിട്ടുണ്ട്. മറിയം, മേരി, നിർമ്മല, വിമല, മരിയ എന്നിങ്ങനെ ദൈവമാതാവിന്റെ നാമം സ്വീകരിച്ചവരാണ് സംഗമത്തിനെത്തിയത്. ഓരോ മേരിമാരും 21 കള്ളപ്പൂവും പുഷ്പങ്ങളും നേർച്ചയായി സമർപ്പിച്ചാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ഈ അപ്പം നോമ്പുവീടൽ സതിയിൽ വിളമ്പി നൽകുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും പ്രാർത്ഥിച്ചുമുള്ള ഐക്യവും വിളിച്ചോതുന്നു. സംഗമത്തിനെത്തി മേരിദാമദാരികൾക്കെല്ലാം മുത്തിയമ്മയുടെ നൊവേനയടങ്ങിയ പുസ്തകം ഉപകാരമായി നൽകി. റവറൻ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിൽ വികാരിയായിരിക്കെ 2009 8 നോമ്പാചരണത്തോടനുബന്ധിച്ച് മേരിദാമദാരി സംഗമം ആരംഭിച്ചത്. 1000 താഴെ മേരിമാർ എത്തിയിരുന്ന ആദ്യ സാഹചര്യങ്ങളിൽ നിന്ന് മാറി ഇന്ന് എണ്ണം 2000 പിന്നിട്ടിരിക്കുന്നുവെന്നതും പ്രത്യേകതയാണ്. മേരിദാമദാരികൾക്കായി മാർ ജോസഫ് കലർങ്ങിയാന്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. ഫൊറോന വികാരി ഫാദർ അബ്രഹാം കൊല്ലിത്താനത്ത് മലയിൽ, ഫാദർ ജോസഫ് മേയ്ക്കൽ, ഫാദർ ജോസഫ് ആട്ടപ്പാട്ട്, ഫാദർ കുര്യാക്കോസ് കാപ്പിൽപ്പറമ്പിൽ, ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ എന്നിവർ നേതൃത്വം നൽകി.